സിഗ്മ 60mm 1.4 ഫൈനലി ഈ ഒരു ലെൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തേക്കാണ്. ഞാൻ എൻ്റെ ക്യാമറ മേടിച്ചിട്ട് ഒരു 2 മാസത്തിന് ശേഷം യൂട്യൂബിൽ നോക്കിയപ്പോൾ അന്ന് തൊട്ട് കാണുന്ന ഒരു പേരാണ് ബെസ്റ്റ് ലെൻസ് എന്ന് പറഞ്ഞ് ഒരുപാട് യൂട്യൂബേഴ്സ് വീഡിയോസ് കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെയധികം നെഗറ്റീവും കുറവാണ് ഈ ഒരു പ്രൊഡക്റ്റിന്. അപ്പം അന്ന് തൊട്ട് ഈ ഒരു പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം എന്ന് വിചാരിക്കുന്നതാണ്. പക്ഷെ ഒരു ചെറിയൊരു മണ്ടത്തരം പറ്റിയത് കൊണ്ടാണ് ഈ ഒരു ലെൻസ് പർച്ചേസ് ചെയ്യാൻ ഇത്രയധികം വൈകിയത്. ഞാൻ യൂട്യൂബ് വീഡിയോസൊക്കെ റെഫർ ചെയ്തിട്ടാണ് ഈ ഒരു ക്യാമറ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തത്. ക്യാമറ ഒരു മണ്ടത്തരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ ഒരു ലെൻസ് പർച്ചേസ് ചെയ്തപ്പോൾ ചെറിയൊരു മണ്ടത്തരം പറ്റി. ഞാൻ മേടിച്ചൊരു ലെൻസ് എന്ന് പറയുന്നത് 50mm കനോണിൻ്റെ ലെൻസ് കാര്യങ്ങളാണ് മേടിച്ചത്. ഈ ഒരു ലെൻസ് കാര്യങ്ങളൊക്കെ മേടിച്ച് റൂമിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഇത്രയും ചെറിയൊരു മുറിയിൽ 50mm വെച്ചിട്ട് ഒരു പെർഫെക്റ്റ് വീഡിയോ എടുക്കുക, അതായത് നമ്മുടെ ഒരു ഹാഫ് നിൽക്കുന്ന ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം ഞാൻ പലപ്പോഴും കിറ്റ് ലെൻസ് യൂസ് ചെയ്താണ് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അത്ര ബ്ലറി ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ഈ ഒരു 50mm ഒക്കെ വെച്ച് ഒരു ഹാഫ് ഒക്കെ വരുന്ന രീതിയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു പോകുന്നുണ്ട്. അപ്പോഴൊക്കെ ഈ ഒരു മുതൽ മേടിക്കണം എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന്റെ അൺബോക്സിങ് കാണിച്ചിട്ട് തന്നെ നമുക്ക് ബാലൻസ് നോക്കാം. ആമസോണിൽ നിന്നാണ് ഈ ഒരു പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സെല്ലറാന്ന് തോന്നുന്നു. കാര്യം പറഞ്ഞ ടൈമിൽ തന്നെ ഡെലിവറിയും കിട്ടി. അതുപോലെ തന്നെ യാതൊരു വിധത്തിലുള്ള ഡാമേജോ ഒന്നും ആ ഒരു പ്രൊഡക്റ്റിന്റെ കാർട്ടൺ ബോക്സിന് ഉണ്ടായില്ല. കയ്യിൽ ഈ ഒരു ലെൻസ് കിട്ടിയതിൻ്റെ ക്യൂരിയോസിറ്റിയിൽ കത്തി കാര്യങ്ങളൊന്നും എടുക്കാൻ നിന്നില്ല. കൈ കിട്ടിയ കത്രിക കൊണ്ട് തന്നെ ഈ ഒരു ബോക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ അൺബോക്സ് ചെയ്തു. തുറക്കുമ്പോൾ തന്നെ ഒരു യൂസർ മാനുവൽ കിട്ടി. അതുപോലെ തന്നെ നിരവധി പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റി. അതൊന്നും നോക്കാൻ നിന്നില്ല. കാര്യം ഈ ഒരു ലെൻസ് നമ്മുടെ ക്യാമറയിലേക്ക് ഇട്ടതിന് ശേഷം എന്ത് റിസൾട്ടാണ് കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടി ഈ ഒരു പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചു. ഇതിൻ്റെ അകത്ത് കാണുന്ന ഈ ഒരു വൈറ്റ് ബോക്സിൻ്റെ അകത്താണ് നമ്മുടെ ലെൻസ് കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് ഈ ഒരു വൈറ്റ് ബോക്സ് പതിയെ ഒന്ന് തുറന്നു നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കാണാം നമ്മുടെ സിഗ്മ 60mm എന്ന് പറയുന്ന ലെൻസ് കാര്യങ്ങളൊക്കെ ഇതിൽ കാണാൻ സാധിക്കും. ഈ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ കോട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാപ്പും അതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്. ആ ഒരു ക്യാപ്പ് കയ്യിൽ നിന്ന് താഴെ പോകാതിരിക്കാൻ നോക്കുക, കാരണം അതും അതിൻ്റെ അകത്താണെന്നായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് നമ്മുടെ ലെൻസ്. ഇനി ഈ ഒരു ലെൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ക്യാമറയിൽ ഇട്ട് നോക്കി അതിൻ്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. നിങ്ങളെ പലരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നിലവിലെ ലൈറ്റിങ്ങിൽ ഈ ഒരു കിറ്റ് ലെൻസ് കാര്യങ്ങളൊക്കെ മാറ്റി ഈ ഒരു ലെൻസ് ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും ഫീൽ എന്ന് അറിയാനായിരിക്കും. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു കിറ്റ് ലെൻസ് മാറ്റിയിട്ടിട്ട് ഈ ഒരു ലെൻസ് കൂടെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ നേരെ ഈ ഒരു ലെൻസ് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പൊ നിങ്ങൾ കാണുന്ന വിഷ്വൽ എന്ന് പറയുന്നത് സിഗ്മ 60mm കൂടെ എടുത്തേക്കുന്ന വീഡിയോസ് കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കിറ്റ് ലെൻസിന് യൂസ് ചെയ്തേക്കുന്ന അതേ ലൈറ്റിംഗ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അഡീഷണൽ യാതൊരു ലൈറ്റിങ്ങും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. ഇനി എന്തുകൊണ്ട് ഈ ഒരു സിഗ്മ 60mm ലെൻസ് കാര്യങ്ങളൊക്കെ എടുക്കണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിലൊന്നാമത്തെ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ട ആ ഒരു ഡിഫറൻസ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് സിഗ്മയുടെ ലോ ലൈറ്റ് പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. ഇപ്പം ഞാൻ നിലവിൽ യൂസ് ചെയ്യുന്നത് ഒരു കിറ്റ് ലെൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇത്ര റിസൾട്ട് കിട്ടാൻ വേണ്ടി ഞാൻ എൻ്റെ ലൈറ്റിങ്ങിൻ്റെ 85% ഇൻക്രീസ് ചെയ്താൽ മാത്രമായിരിക്കും ഒരു ഷാഡോസോ കാര്യങ്ങളൊന്നും വരാതെ എനിക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധിക്കുന്നത്. അതേസമയം ഞാൻ സിഗ്മ 60mm കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 35% ഒക്കെ അടുത്ത് മാത്രം വെച്ചാൽ മതി ലൈറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന ഒരു സ്ഥലമൊക്കെ കുറച്ചുകൂടി ഷോർട്ട് ആയിട്ടുള്ള പ്ലേസ് ആണെങ്കിൽ നമുക്ക് അത്രയധികം ടെമ്പറേച്ചർ ആ ലൈറ്റിൻ്റെ ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി കംഫോർട്ടബിൾ ആയിട്ട് ഇരുന്ന് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധിക്കും. രണ്ടാമതായിട്ട് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബ്ലറി ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ പ്രൊഡക്റ്റ് റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് വളരെ ക്വിക്കായിട്ട് നമുക്ക് ഓട്ടോ ഫോക്കസ് കാര്യങ്ങളൊക്കെ ഈ ഒരു തരത്തിൽ തന്നെ ചെയ്യാൻ സാധിക്കും. ഈ രണ്ട് കാര്യങ്ങൾ മെയിൻ ആയിട്ട് നോക്കിയിട്ടാണ് ഞാൻ ഈ ഒരു ലെൻസ് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തേക്കുന്നത്. എനിക്ക് കിട്ടേണ്ടതും ഈ രണ്ട് കാര്യങ്ങളാണ്. ഈ ഒരു ലെൻസിന്റെ വില എന്ന് പറയുന്നത് ഏകദേശം ഇപ്പോൾ 35,000 രൂപയുടെ അടുത്താണ് ഈ ഒരു ലെൻസിന്റെ വില കാര്യങ്ങളൊക്കെ വന്നെടുക്കുന്നത്. അതുപോലെ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ആമസോണിൽ നിന്നൊക്കെയാണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന്റെ സെല്ലറിന്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ ചെറിയൊരു പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ എനിക്ക് ഇതിനൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ലെൻസിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് കുറച്ചധികമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് ഞാനിപ്പോൾ ഈ ഒരു 50mm കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ചും കൂടി ഹെവി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു ലെൻസ് കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കി നിങ്ങൾക്കിടെ കംഫോർട്ടിന് പറ്റുന്നതാണോ എന്നൊക്കെ ചെക്കൗട്ട് ചെയ്തതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നേരത്തെ 50mm പർച്ചേസ് ചെയ്ത ആ ഒരു സിറ്റുവേഷനിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ആമസോണിന്റെ അഫിലിയേറ്റ് ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.